നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പിന് UDF സുശക്തവും സുസജ്ജവുമെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്. UDF നല്ല പ്രകടനം കാഴ്ചവെക്കും. സ്ഥാനാർത്ഥിയെ ഉടൻ പ്രഖ്യാപിക്കുമെന്നും നല്ല സ്ഥാനാർത്ഥികൾ നിരവധിയുണ്ടെന്നും സണ്ണി ജോസഫ് കണ്ണൂരിൽ പറഞ്ഞു. തിരഞ്ഞെടുപ്പിൽ അൻവർ എഫക്റ്റ് നന്നായി ഉണ്ടാവും. അൻവർ ഉയർത്തിയ കാര്യങ്ങൾക്ക് CPMന് മറുപടി പറയാൻ കഴിഞ്ഞിട്ടില്ല. മുഖ്യമന്ത്രി ഉൾപ്പെടെ അറിഞ്ഞുകൊണ്ടുള്ള അഴിമതി ചൂണ്ടിക്കാണിച്ചപ്പോൾ മറുപടിയില്ല. വിജയസ്ഥാനാർത്ഥി നിലമ്പൂരിലുണ്ടാകും. സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കുള്ള മറുപടിയാകും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പെന്നും സണ്ണി ജോസഫ് പറഞ്ഞു. കേരളത്തിൽ എല്ലായിടത്തും KPCC പ്രസിഡന്റ് എന്ന നിലയിൽ താനുണ്ടാകും. നിലമ്പൂരിൽ വമ്പിച്ച ഭൂരിപക്ഷ വിജയത്തിൽ UDF സ്ഥാനാർത്ഥി വിജയിക്കുമെന്നും സണ്ണി ജോസഫ് പറഞ്ഞു. സുശക്തമാണ്, വൻപിച്ച ഭൂരിപക്ഷത്തിൽ ജയിക്കും. LDF സർക്കാരിനെതിരായിട്ടുള്ള ഒരു ജനവിധി കേരളം ആഗ്രഹിക്കുന്നു, പ്രതീക്ഷിക്കുന്നു. അതിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തീകരിച്ചു കഴിഞ്ഞു. തെരഞ്ഞെടുപ്പ് നേരത്തെ പ്രഖ്യാപിക്കേണ്ടതായിരുന്നു. മഴയായതിന്റെ ഒരു പ്രയാസം ജനങ്ങൾക്കുണ്ടാകും. എങ്കിലും UDF ഇലക്ഷനിൽ ശക്തമായിട്ടുള്ള മുന്നേറ്റം കാഴ്ചവെക്കും. നല്ല സ്ഥാനാർത്ഥികൾ ഒന്നിലേറെ സ്ഥാനാർത്ഥികളുണ്ട്. എല്ലാം പരിഗണിച്ച് ഒറ്റ സ്ഥാനാർത്ഥിയിലേക്ക് എത്തിച്ചേരും നേതൃത്വം. അഖില ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയാണ് പ്രഖ്യാപിക്കേണ്ടത്. കേരളത്തിൽ ഇലക്ഷൻ കമ്മിറ്റി അംഗങ്ങളുണ്ട്. അവരുമായിട്ട് ഞാനും പ്രതിപക്ഷ നേതാവ് ആശയവിനിമയം നടത്തിക്കൊണ്ടിരിക്കുന്നു. അതിന്റെ ഒരു റിപ്പോർട്ട് ഞങ്ങൾ കേന്ദ്ര നേതൃത്വത്തിന് സമർപ്പിക്കും. അവരാണ് അന്തിമമായിട്ട് അറിയിക്കേണ്ടത്. അറിയിപ്പ് വന്നാൽ നിങ്ങളെ അറിയിക്കും. ഈ അൻവർ എഫക്റ്റ് എത്രത്തോളം ഉണ്ടാവും? നന്നായിട്ടുണ്ടാവും. LDFന് സ്ഥാനാർത്ഥി ക്ഷാമമാണ്. UDFന് അതില്ലെന്നും സണ്ണി ജോസഫ് പറഞ്ഞു. ദേശീയപാതയിലെ പ്രശ്നങ്ങളും ജനങ്ങൾ വിലയിരുത്തും. ദേശീയപാത തകർന്നത് പലയിടങ്ങളിലാണ്. ഇതിൽ വലിയ അഴിമതിയുണ്ട്. രണ്ട് സർക്കാരുകളും ഇതിൽ നിന്ന് മാറി നിന്നിട്ട് കാര്യമില്ലെന്നും സണ്ണി ജോസഫ് പറഞ്ഞു. ഗ്രാമിക ന്യൂസ്, കണ്ണൂർ.